ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ആചാര പരിഷ്കരണ യാത്ര നടത്തി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വിവിധ പരിഷ്കാരങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു യാത്ര. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നിവേദനവും നൽകി. ശ്രീനാരായണ ഗുരു പാർക്കിൽ നിന്നാരംഭിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കാണ് ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ ആചാര പരിഷ്കരണ യാത്ര നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചുള്ള പ്രവേശനം അനുവദിക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യം. ബോർഡ് നിയമനങ്ങളിൽ സംവരണം നടപ്പിലാക്കുക, ശാന്തി നിയമനത്തിൽ മാറ്റം വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഗുരുധർമ്മ പ്രചരണ സഭ മുന്നോട്ട് വച്ചു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന ഷർട്ട് ഊരുക എന്നുള്ള ദുരാചാരം ദൂരീകരിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ പാൻറ്റും പൈജാമയും ഒക്കെ ധരിച്ച് വരുന്നതിൻ്റെ പുറത്ത് പല ആളുകളും ഉപയോഗിച്ചു പോരുന്ന ഒരു മുണ്ടുകൂടി ഉടുക്കണം എന്ന് ചില ക്ഷേത്രങ്ങളിൽ കാണുന്നു. അതും പരിഷ്കരിക്കേണ്ടതാണ്. അതുപോലെ ക്ഷേത്രങ്ങളുടെ വരുമാനം ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങളുടേത് കൂടിയാണ്. ക്ഷേത്രങ്ങളുടെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗങ്ങൾ ചില സമുദായങ്ങൾ കുത്തകയാക്കി വച്ചിരിക്കുന്നു. അത് ജാതിഭേദം കൂടാതെ എല്ലാ സമുദായങ്ങൾക്കുമായിട്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കണം, തുല്യമായ സാമൂഹ്യനീതി കൈവരുത്തണം. ദേവസ്വം ബോർഡ് കവാടത്തിന് മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തിയ ഗുരുധർമ്മ പ്രചരണ സഭ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള നിവേദനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറി. ആവശ്യങ്ങൾ പരിശോധിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിന് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ തമ്മിൽ ആലോചിച്ച് കാലാനുസൃതമായി തന്നെ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കും എന്ന് പറയണ്ടേ. മറ്റ് ദേവസ്വം ബോർഡ് ഓഫീസുകളിലേക്കും ആചാര പരിഷ്കരണ യാത്ര സംഘടിപ്പിക്കാനാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ തീരുമാനം. ക്ഷേത്രാചാര പരിഷ്കരണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് ശിവഗിരി മഠം പ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും കാണും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.